ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ കേരളത്തിൻ്റെ 2024 ആദ്യ ടൂർണമെൻറ്റ് നാളെ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. ആലപ്പുഴയിൽ വെച്ചിട്ട് 9:30 രഞ്ജി ട്രോഫിയിലെ കേരള വേഴ്സസ് ഉത്തർപ്രദേശിൻ്റെ ആദ്യ മത്സരം നടക്കാനിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു സ്റ്റാർട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു മത്സരം തന്നെയാണ്. കാരണം ആലപ്പുഴ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു പ്രാക്ടീസ് ഗ്രൗണ്ടാണ്. ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫിക്ക് ആലപ്പുഴ അരങ്ങൊരുക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഗ്രൗണ്ടാണ്. അവർക്ക് ഗ്രൗണ്ട് കണ്ടീഷൻസിനെ അല്ലെങ്കിൽ പിച്ച് കണ്ടീഷൻസിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. സോ ഉത്തർപ്രദേശിനെതിരെ നോക്കുകയാണെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിലാണെങ്കിലും വിജയ് ഹസാരെ ട്രോഫിയിലാണെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ നല്ല രീതിയിൽ ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പ്രീ ക്വാർട്ടർ സ്റ്റേജുകളിലേക്ക് വരുമ്പോൾ നമ്മൾ തകർന്നടിഞ്ഞ് പോകാറാണ് പതിവ്. ആ ഒരു ലോങ് റണ്ണ് കിട്ടുന്നില്ല. നമുക്ക് ഒരു ഡൊമസ്റ്റിക് ട്രോഫി കേരളത്തിനില്ല എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഒരു ഒരു പ്രശ്നക്കാരൻ തന്നെയായിട്ടാണ് എനിക്ക് അവിടെ തോന്നുന്നത്. കാരണം റെക്കഗ്നൈസേഷൻ കിട്ടണമെങ്കിൽ ട്രോഫി ഉണ്ടാവണം. അല്ലാത്ത സമയത്തോളം പ്ലെയേഴ്സിന് കാര്യമായിട്ടുള്ള റെക്കഗ്നൈസേഷൻ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ടൂർണമെൻറ്റ് ആണ് എന്നിവർ പറയുന്നുണ്ടെങ്കിലും IPL തന്നെയാണ് ഇവർ മെയിനായിട്ട് വെക്കുന്നത്. അതിപ്പോൾ 3 ഫോർമാറ്റ് ODI ആണെങ്കിലും ടെസ്റ്റ് ആണെങ്കിലും T20 ആണെങ്കിലും ഇവർ IPL തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. എത്രമാത്രം മനോഹരമായിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിച്ചിട്ടുണ്ടെങ്കിലും പ്ലെയേഴ്സിനെ കാര്യമായിട്ടുള്ള ടീം സെലക്ഷനിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ടീം സെലക്ഷൻ കൺസിഡർ പോലും ചെയ്യാറില്ല. IPL നല്ല പെർഫോമൻസ് ഉണ്ട്, ഉറപ്പായിട്ടും ടീമിലേക്ക് വരും. സോ ഈ ഒരു IPL നല്ല പെർഫോമൻസ് വേണമെങ്കിൽ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റുകളിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ടീം ഓണേഴ്സ് ഇവരെ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഏറ്റവും നിർണായക ഘടകം വഹിക്കാൻ സാധ്യതയുള്ളൊരു ടൂർണമെൻറ്റാണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ടൂർണമെൻറ്റിൽ സെയ്ദ് മുസ്താഖ് അലി നോക്കുകയാണെങ്കിൽ വിജയ് ഹസാരെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ ഒരു ടഫർ സൈഡാണ് രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞാൽ. ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്നവർക്ക് കാര്യമായിട്ട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എന്താണ് രഞ്ജി ട്രോഫി എന്നുള്ളത്. സോ എന്തായാലും കേരളത്തിനെ സംബന്ധിച്ച് ഈ ഒരു ടൂർണമെൻറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. കാരണം നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. സോ അതിൻ്റേതായ ഇമ്പാക്റ്റ് കേരളം ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഞാനീ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഡൊമസ്റ്റിക് ട്രോഫി അത്യാവശ്യം തന്നെയാണ്. അത് പലപ്പോഴും പഠിക്കൽ കൊണ്ട് അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീ ക്വാർട്ടർ അല്ലെങ്കിൽ ക്വാർട്ടർ സ്റ്റേജിൽ കൊണ്ട് നമ്മൾ നശിപ്പിച്ച് കളയാണ്. സ്റ്റിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ഗ്രൂപ്പ് സ്റ്റേജിൽ കേരളം ഉണ്ടെങ്കിൽ മറ്റ് ടീമുകൾ ശരിക്കും ഒന്ന് ഭയക്കുന്നുണ്ട്. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. കാരണം സെയ്ദ് മുസ്താഖിലാണെങ്കിലും വിജയ് ഹസാരയിൽ ആണെങ്കിലും നമ്മൾ കണ്ടു ഭയങ്കര ഡൊമിനേഷനോടുകൂടി തന്നെയാണ് കേരളം ഗ്രൂപ്പ് സ്റ്റേജ് കളിക്കുന്നത്. പക്ഷേ അതിനുശേഷമാണ് ആ ഒരു ലോങ് റൺ കിട്ടാതെ പോകുന്നത്. അതിനൊരു മാറ്റം ഈ ഒരു രഞ്ജി ട്രോഫിയിലൂടെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇപ്പം സഞ്ജു സാംസണൊക്കെ മികച്ച ഫോമിൽ തന്നെയാണ്. ഇപ്പോൾ ഓവർസീസ് കണ്ടീഷനിൽ ഇപ്പോൾ ഒരു സെഞ്ചുറി അടിച്ചിട്ട് ODIയിൽ അടിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. സോ രഞ്ജി ട്രോഫി എന്തായാലും അദ്ദേഹം വളരെയധികം കൺസേണോടുകൂടി കാണുന്നൊരു ടൂർണമെൻറ്റ് തന്നെയായിരിക്കും. പ്രോബബ്ലി ചിലപ്പോൾ അദ്ദേഹം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള T20 സ്ക്വാഡിൽ സെലക്ട് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ 1-2 മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ്സാവും. 1-2 അല്ല, ചിലപ്പോൾ കൂടുതൽ മത്സരങ്ങൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ചാൻസുകളൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും കേരളത്തിൻ്റെ ബാറ്റിംഗ് സൈഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും കമ്പയർഡ് ടു ദ ബോളിംഗ് സൈഡ് ബാറ്റിംഗ് സൈഡ് കുറച്ചുകൂടി സെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോളിംഗ് സൈഡാണ് കുറച്ചുകൂടി വീക്ക്. നമുക്ക് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ബോളേഴ്സ് കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമ്പയർ ടു ഇപ്പോൾ തമിഴ്നാട്, കർണാടക അല്ലെങ്കിൽ ബാക്കി സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന 1-2 ബോളേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോൾ അത് അല്പം കുറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതായത് ഒരു നാഷണൽ ക്വാളിറ്റിയുള്ള ബോളേഴ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കാത്തതാണോ അതിനുവേണ്ടി തുനിയാത്തതാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ടാലൻറ്റഡ് ആയിട്ടുള്ളത്, പക്ഷേ എന്തോ ആ ഒരു ബോളിംഗ് സൈഡിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നമുക്ക് ഉളവാകുന്നുണ്ട് ബാറ്റിംഗ് സൈഡിനെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സ്ക്വാഡിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യ മത്സരം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉത്തർപ്രദേശിനെതിരെയാണ്. ഉത്തർപ്രദേശിന് റിങ്കു സിംഗ് ഒക്കെ കളിക്കുന്നുണ്ട്. സോ കേരളത്തിൻ്റെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആനന്ദ് കൃഷ്ണൻ, രോഹനസ് കുന്നമ്മൽ, സച്ചിൻ ബേബി, അക്ഷയ് ചന്ദ്രൻ, ജലജ് സക്സേന തിരിച്ചു വരുന്നുണ്ട്. കൃഷ്ണപ്രസാദ്, രോഹൻ പ്രേം, ശ്രേയസ് ഗോപാൽ, വൈശാഖ് ചന്ദ്രൻ, സഞ്ജു വി സാംസൺ ക്യാപ്റ്റൻ ആൻഡ് വിക്കറ്റ് കീപ്പർ, വിഷ്ണു വിനോദ് വിക്കറ്റ് കീപ്പർ, ബേസിൽ തമ്പി, MD ദിനീഷ്, ബേസിൽ N, അതുപോലെ തന്നെ സുരേഷ് വിശ്വേശ്വർ. ഇതാണ് കേരളത്തിൻ്റെ ഒരു സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആദ്യത്തെ 2 മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്ക്വാഡ് മാത്രമാണ് എന്നാണ് അറിയാൻ സാധിച്ചുള്ളൂ. ഇനി നമ്മൾ ഉത്തർപ്രദേശ് സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അർഷ്ദീപ് നാഥ്, വീണ്ടും ജലദോഷം പിടിച്ചിരിക്കുകയാണ്, മാധവ് കൗശിക്, പ്രിയം ഗാർഗ്, റിങ്കു സിംഗ്, സമർത്ത് സിംഗ്, സമീർ റിസ്വി. നമുക്ക് സമീർ റിസ്വി അറിയാം, IPL നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു സമീർ റിസ്വിയെക്കുറിച്ച്. കരൺ ശർമ്മ, പ്രിൻസ് യാദവ്, സൗരവ് കുമാർ, അതോടൊപ്പം തന്നെ ആര്യൻ ജുവൽ, ധ്രുവ് ജൂരൽ രാജസ്ഥാൻ്റെ ധ്രുവ് ജൂരലാണ്, അൻകിത് രാജ്പുട്ട്, അതുപോലെ തന്നെ കാർത്തിക് ത്യാഗി, കുൽദീപ് യാദവ്, യാഷ് ദയാൽ. സോ കമ്പയർഡ് ടു കേരള സൈഡിനെക്കാട്ടിലും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൻ്റെ ബോളിംഗ് സൈഡ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ് എന്ന് വേണം പറയാൻ. അവർക്ക് അത്യാവശ്യം ഡീപ്പായിട്ടൊരു ബാറ്റിംഗ് സൈഡും ഉണ്ട്. സോ എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്തായിരിക്കും സഞ്ജുവിൻ്റെ സ്ട്രാറ്റജി എന്ന് അറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. റിങ്കു ഇപ്പോൾ ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയോടൊപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ മിസ്സായതൊന്നും റിങ്കു ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക. വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഒരു രഞ്ജി ട്രോഫി കാണാനിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഇതുവരെ സ്ട്രീമിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ എന്തായാലും സ്കോർ കാർഡ് കണ്ട് വെള്ളമിറക്കിക്കൊണ്ടിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞിരുന്നതിന് തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തിരുത്തുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഗൈസ്.